ഞാനിതാ അതിനൊരു അമ്മയാവാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഗൈസ്, ഇന്ന് ഞാനൊരു സന്തോഷമായ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും എന്താ പറയുക, അത്രയും ആഗ്രഹിച്ചൊരു നിമിഷം ഇപ്പോൾ ആ ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടിപ്പോൾ ഇന്നേക്കൊരു 2 മാസം ആയിട്ടോ. ഞാൻ ഈ വീഡിയോസൊന്നും ഇടാത്തത് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പം ഒന്നുമില്ല, ഞാനിതാ അമ്മയാവാൻ പോവാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുക എനിക്ക് 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നുള്ളൂ, പോസ്റ്റ് ഇടുന്നുള്ളൂ. അപ്പോഴേ ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഏപ്രിൽ 27-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു ഏപ്രിൽ 26-ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. കണ്ട നിമിഷം എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. അതൊരു വല്ലാത്തൊരു ഇതല്ലായിരുന്നു. അന്നാണെങ്കിൽ സജിയേട്ടനും എടുത്തില്ല. സജിയേട്ടൻ ഇവിടെയായിരുന്നു, വീട്ടിൽ വയനാടായിരുന്നു. അപ്പോൾ പിന്നെ സജിയേട്ടനെ നേരിട്ട് കാണിക്കാനും പറ്റില്ല. പിന്നെ സജിയേട്ടൻ അന്ന് വന്നു കേട്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് കാണിച്ച് 2 ആഴ്ച എനിക്ക് റെസ്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. 2 ആഴ്ച റെസ്റ്റ് കഴിഞ്ഞ് ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി 1 മാസം കഴിഞ്ഞിട്ടാണ് കാണിക്കണ്ടേ. പിന്നെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അന്ന് എടുക്കണം കരുതിയത്. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ എനിക്കെന്തോ അന്ന് എടുക്കാനൊന്നും തോന്നില്ല. ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനോ എന്ന് കരുതിയിട്ട് അന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ്. അത് പോസിറ്റീവ് കാണിച്ചും ചെയ്തു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലായിരുന്നു. ഞാൻ ഇങ്ങനൊരു മൊമെൻ്റ് നമുക്ക് ഇന്ന് ഓർത്തെടുക്കാനല്ല, അതിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ടെസ്റ്റിൻ്റെ കിറ്റ് മേടിച്ചിട്ട് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്തതാണ് കേട്ടത്. അതിങ്ങനെ ആ ഒരു 2 വരങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാൻ തന്നെ ഒരു രസമല്ലേ. പിന്നെ ഞാൻ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ഡോക്ടർ എന്താ പറയുക അതൊക്കെ ആലോചിച്ചിട്ട്. ഞാൻ കാണിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത്, ഞാൻ കാണിക്കുന്നത് മേലേപ്പുരയ്ക്കൽ, കടുങ്ങല്ലൂർ മേലേപ്പുരയ്ക്കൽ മീര ഡോക്ടറായിട്ടാണ് കാണിക്കുന്നത്. നല്ല തിരക്കാട്ടോ ഡോക്ടറെ അടുത്ത്. ഞാൻ അന്ന് രാവിലെയാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു ഉച്ചയാവാൻ നേരത്താണ് പോയത്. കുറേ നേരം അവിടെ ഇരുന്നിരുന്നു കേട്ടോ. പിന്നെ സ്കാനിങ് ഉള്ളതല്ലേ, വെള്ളം കുടിച്ച് ഞാനൊരു വിധമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറേ നേരം നിൽക്കേണ്ടി വന്നപ്പോൾ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയി വന്ന് പിന്നെയും വീണ്ടും വെള്ളം കുടിക്കാൻ തുടങ്ങിയതാട്ടോ. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 6 മണിയൊക്കെ ആവാൻ നേരത്ത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് പോന്നു. പിന്നെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് റെസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. പയ്യനാട്ടിലേക്ക് പോകുന്നു, ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്നതൊക്കെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടിരുന്നു. അതൊക്കെ മേടിച്ച് ഡോക്ടറെ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല കരുതിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് വോയിസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാവേ. എൻ്റെ ഫോണിൻ്റെ സ്പേസ് പോലെ ഇരിക്കും എൻ്റെ വീഡിയോ. ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.